മതഭീകരവാദം ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. BJPയെ സംബന്ധിച്ച് BJP അത് ഒളിച്ചു വെച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ശ്രീ VD സതീശൻ പറയുന്ന പോലെയൊന്നും പൊതിഞ്ഞല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഈ കാര്യം എത്തിച്ചത്. ഞങ്ങൾ തുറന്നു പറയുകയായിരുന്നു, മതത്തെ അല്ല വിമർശിക്കുന്നത്, ടെററിസത്തെയാണ്. മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭീകരവാദത്തെയാണ്. ഈ ഭീകരവാദം ഒരു രാജ്യത്തിനും ഭൂഷണമല്ല. അത് ഇന്ത്യയിലായാലും ഇപ്പോൾ അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിനായാലും ഏതു രാജ്യത്തായാലും ടെററിസം എന്ന് പറയുന്നത് ഒരു വലിയ വിപത്താണ്. അത് നമ്മൾ തുടച്ചു മാറ്റേണ്ടതാണ്. ലൈക്ക് എ ക്യാൻസർ. യെസ്, ആ ടെററിസം തന്നെയാണ് ഈ മതത്തിൻ്റെ മറവിൽ ഇസ്ലാമിക് ടെററിസം ആ മതത്തിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിംസ് എല്ലാം മതഭീകരവാദികളാണെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്ന, ഈശ്വരനെ വിശ്വസിച്ച് ജീവിക്കുന്ന, ഒരാൾക്കും ഒന്നും ഒരു അപകടവും ഉണ്ടാവരുത് എന്ന് നിസ്കരിക്കുന്ന അനേകം സഹോദരങ്ങൾ, അനേകമല്ല ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഈ രാജ്യത്തുണ്ട്. യഥാർത്ഥ മുസൽമാൻ അവരെല്ലാം ഭാരതീയരാണ്. ഒരു ന്യൂനപക്ഷവും അല്ലെങ്കിൽ ഒരു മതവിഭാഗവും ഭാരതീയരല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അവരെല്ലാം ഭാരതാംബയുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മോദിജി പറയുന്നത്. പക്ഷേ മതഭീകരവാദത്തെ ഇവിടെ കൃത്യമാണല്ലോ ആ വാക്ക്, ടെററിസം, അതിനെ നമ്മളിവിടെ അനുവദിക്കില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിരിക്കുന്നത് നമ്മൾ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ പിൻവലിച്ചുകൊണ്ട് കൊടുത്ത ഒരു എന്താ പറയുക, ആൾനശീകരണം ഒന്നുമില്ലാത്ത ഒരു യുദ്ധത്തെ നമ്മൾ കാണിച്ചു കൊടുത്തു. ആ പോളിസി നമ്മൾ കാണിച്ചു എങ്ങനെയാണെന്ന്. അതിൽ തന്നെ പാകിസ്ഥാൻ ഞെട്ടി. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഭീകരവാദികളെയാണ്. കൃത്യമായിട്ട് നരേന്ദ്രമോദി പറയുകയാണ് ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ രാജ്യത്തിനും മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ ദോഷമായിട്ട് അല്ലെങ്കിൽ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഭാഗത്തെ തന്നെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്, ഭീകരവാദികൾ. അവരെ സത്യത്തിൽ എനിക്ക് ആ മതവുമായി ചേർത്ത് പറയുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ ഇസ്ലാം ടെററിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാമിനെയും ആ മതവും പറയുന്നല്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ട്. പക്ഷേ പറയാതെ പറ്റില്ല. കാരണം ആ മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ടെററിസ്റ്റുകൾ വളരുന്നത്. ഈ ടെററിസ്റ്റുകൾക്ക് അവരുടെ നമ്മൾ പലതും കേട്ടല്ലോ, പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഈ മതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളുമാണ് അവരുടെ ബ്രെയിനിലേക്ക് അവർ കുത്തിവെക്കുന്നത്. അപ്പോൾ ആ ടെററിസത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള എല്ലാ പദ്ധതികളും എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ പറ്റുന്ന രാജ്യം ഇന്ത്യ. വേറെ ഒരു രാജ്യത്തെക്കാളും കൂടുതൽ അത് ഭംഗിയായി ഈ ടെററിസത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതിന് നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി വന്നത് ഇപ്പോഴാണ്. സത്യത്തിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി. ഇപ്പോൾ 26 പേർ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിൻ്റെ 6 ദിവസമേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് നിലവിളിച്ച് നിൽക്കുന്ന അവളുടെ മുഖം നമുക്ക് മറക്കാൻ സാധിക്കുമോ? ഇപ്പം നമ്മുടെ കേരളത്തിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ രാമേന്ദ്രൻ ചേട്ടൻ BJPയുടെ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്, എനിക്കറിയാം. ആ രാമേന്ദ്രൻ ചേട്ടനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി തലയിൽ കൂടി അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടി വെടിയുണ്ട കടന്ന് ഇപ്പുറത്തെത്തിയെന്ന് പറയുമ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നാളെ നമ്മൾ എന്ത് കരുതിയാണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുക? ഈ പോയിന്റ് ബ്ലാങ്കിൽ നമ്മളെ നിർത്താൻ പറ്റിയ അത്രയും ഭീകരവാദികൾ നമ്മുടെ കേരളത്തിലും ഉണ്ട്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയോടും ഭരണകൂടത്തോടും നമ്മൾ നിരന്തരം പറയുകയായിരുന്നു. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ മതഭീകരവാദമുണ്ട്. പാലക്കാട് ഞങ്ങളുടെ സഞ്ജുവിനെ കൊന്നപ്പോൾ പറഞ്ഞു മതഭീകരവാദമുണ്ട്. രഞ്ജിത്ത് ശ്രീനിവാസൻ, എൻ്റെ കൊളീഗും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞു മതഭീകരവാദം ഉണ്ട്. ഇങ്ങനെ പാലക്കാട് രഞ്ജിത്തേട്ടനെ കൊല ചെയ്തപ്പോഴും പറഞ്ഞു. അപ്പോഴൊക്കെ എന്താണ്, അതിനെ പാർശ്വവൽക്കരിക്കുകയാണ്. നിങ്ങൾ RSSകാരെ, നിങ്ങൾ BJPക്കാരെ എന്ന് പറഞ്ഞ് പാർശ്വവൽക്കരിച്ചു. ഇന്ന് നമ്മൾ പഹൽഗാമിൽ കണ്ടത് എന്താണ്? അവിടെ RSS ആണോ BJP ആണോ എന്ന് നോക്കിയിട്ടല്ല ഭീകരവാദികൾ കൊന്നത്, ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ടാണ്. ഹിന്ദു ആണോ എന്ന് പേര് ഉറപ്പിച്ചിട്ടാണ്. കലിമ ചൊല്ലിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു പ്രൊഫസറുടെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു, അല്ലേ? അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാവർക്കും അതറിയില്ല. അപ്പോൾ മതം ചോദിച്ച് തന്നെ നടത്തിയ കൊലപാതകം, അതിഭീകരമായ കൊലപാതകം, അതിനെ അതേ മുള്ളുകൊണ്ട്, മതം ചോദിച്ചുകൊണ്ടല്ല, ആ ഭീകരവാദികളെ അതേപോലെ ഇവിടെ നിന്നും തൂത്തെറിയേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രി വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഈ രാജ്യത്തെ ജനങ്ങളും വിശ്വസിക്കുന്നു. 140 കോടി ജനങ്ങളും പ്രധാനമന്ത്രിയുടെ ഒപ്പമാണ്.
ഒരപസ്വരം വേറെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ റോബർട്ട് വാദ്രയെ പോലെയുള്ളവരൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ആ എൻ ബ്ലോക്ക് വോട്ടിന് വേണ്ടി സ്വാധീനിക്കാനായിട്ട് അവരെല്ലാ കൊല്ലവും നടത്തുന്ന കപട രാഷ്ട്രീയം. വി ഡി സതീശൻ പറയാൻ ശ്രമിച്ചു, MA ബേബി പറയാൻ ശ്രമിച്ചു. പക്ഷെ അതിനെയൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അവരുടെ ഒപ്പം ആരും നിൽക്കുന്നില്ല. 140 കോടി ജനങ്ങളും നരേന്ദ്രമോദിയുടെ ഒപ്പമാണ് ഈ കാര്യത്തിൽ. അതാണ് നമ്മുടെ ശക്തി.